السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയും ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിലൊന്നായ അൽ ഹഖ് എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. അൽ ഹഖ് എന്ന് അള്ളാഹുവിന് നാമമുണ്ട്. വിശുദ്ധ ഖുർആനിൽ 10 തവണ അള്ളാഹുവിൻ്റെ അൽ ഹഖ് എന്ന നാമം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. തിരുമൊഴികളിലും അള്ളാഹുവിന് അൽ ഹഖ് എന്നുള്ള നാമം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഹഖ് എന്നാൽ യാഥാർത്ഥ്യം, വാസ്തവം, സത്യം എന്നിങ്ങനെ പല അർത്ഥങ്ങൾ ഉള്ള പദപ്രയോഗമാണ്. ഈ ഉലകത്തിൽ അള്ളാഹുവിൻ്റെ ദാത്ത് ഹക്കാണ്. അള്ളാഹുവിനൊരു സത്തയുണ്ട്. ആ സത്ത വാനങ്ങൾക്കുപരിയിൽ അള്ളാഹുവിൻ്റെ അർശിന് മീതെ ഉപവിഷ്ടമാണ്. അള്ളാഹുവിൻ്റെ സത്തക്ക് വിശേഷണങ്ങളുണ്ട്. കേൾക്കുക, കാണുക, ഹയാത്തുള്ളതാവുക, ഇൽമുള്ളതാവുക, ഖുദ്റത്തുള്ളതാവുക തുടങ്ങിയ സത്താവിശേഷങ്ങൾ. ഇതേപോലെ അള്ളാഹുവിൻ്റെ പ്രവൃത്തിപരമായ വിശേഷണങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്മേൽ ഉപവിഷ്ടനാകുന്നു. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നു, കാണുന്നു. അള്ളാഹു ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു, അന്നം നൽകുന്നു തുടങ്ങി അള്ളാഹുവിൻ്റെ പ്രവൃത്തിപരമായിട്ടുള്ളതായ വിശേഷണങ്ങൾ. ഇതൊക്കെ ഹക്കാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ധാരാളം നാമങ്ങളുണ്ട്. ഇതെല്ലാം ഹക്കാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദാത്തിൽ, സിഫാത്തിൽ, അസ്മായിൽ, അഫ്ആലിലൊക്കെ അള്ളാഹു ഹക്കാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു സമഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംർ ഫസയഖൂലൂന അല്ലാഹ് ഫഖുൽ അഫലാ തത്തഖൂൻ ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ് ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ദ്ദലാൽ ഫഅന്നാ തുസ്റഫൂൻ. ഖുൽ, പ്രവാചകരെ നിങ്ങൾ ചോദിക്കുക, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്ന്
അതേപോലെ ഭൂമിയിൽ നിങ്ങൾക്ക് അന്നം നൽകുന്നത് ആരാണ്? അമ്മൻ യംലികു സമഅ വൽ അബ്സാർ, കേൾവിയും അതേപോലെ കാഴ്ചകളും ഒക്കെ ഉടമപ്പെടുത്തുന്നത് ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? വമൻ യുദബ്ബിറുൽ അംർ, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? ഫസയഖൂലൂൻ അല്ലാഹ്, അപ്പോൾ ബഹുദൈവ വിശ്വാസികൾ പറയും അല്ലാഹു ആകുന്നു എന്ന്. ഫഖുൽ, അപ്പോൾ പ്രവാചകരെ ചോദിക്കുക, അഫലാ തത്തഖൂൻ, എങ്കിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്നില്ലേ, തഖ്വ ഉൾക്കൊള്ളുന്നില്ലേ? എന്നിട്ട് അള്ളാഹു പറയണം, ഫദാലികുമുല്ലാഹു റബ്ബുക്കും അൽ ഹഖ്, ഫദാലികുമുല്ലാഹ് റബ്ബുക്കും, അവനാകുന്നു അള്ളാഹു, അവൻ നിങ്ങളുടെ റബ്ബാകുന്നു. അഥവാ നിങ്ങൾക്ക് അന്നം നൽകുന്നത്, കേൾവിയും കാഴ്ചയും ഉടമപ്പെടുത്തുന്നത്, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നത്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ് എങ്കിൽ ഫദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാകുന്നു നിങ്ങളുടെ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അള്ളാഹു അവനെ കുറിച്ച് പറയണ അൽ ഹഖ്, അവൻ ഹക്കാകുന്നു, യഥാർത്ഥമായ നിങ്ങളുടെ റബ്ബ് അവൻ അള്ളാഹു ആകുന്നു എന്ന് പറയണം. ഇവിടെ അള്ളാഹുവിന് അൽ ഹഖ് എന്നുള്ള നാമം അത് സ്ഥിരീകരിക്കുന്നു, അതിൻ്റെ പ്രത്യേകതയും അറിയിക്കുന്നു. ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, ഈ ഹക്കിന് ശേഷം ളലാലല്ലാതെ മറ്റെന്താണുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അതായത് ഇതെല്ലാം നിർവഹിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഹക്ക്. ആ ഹക്കിന് പുറമെ ആരാധിക്കപ്പെടുന്നവരുണ്ട് എങ്കിൽ അത് ളലാലാണ്, വഴികേടാണ്. അതുകൊണ്ട് ഫഅന്നാ തുസ്റഫൂൻ, ആ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ എങ്ങനെ തെറ്റിക്കപ്പെടുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചോദിക്കണം. അള്ളാഹുവിന് അൽ ഹഖ് എന്ന് വിശുദ്ധ ഖുർആനിൽ പേര് വന്ന ഒരു വചനമാണ് നാം ഇവിടെ കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ രാത്രി നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നാൽ തിരുനബി നിർവഹിക്കാറുള്ള ഒരു ദുആ, അത് ദീർഘിച്ചൊരു ദുആയാണ്. ആ ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി അല്ലാഹുമ്മ എന്ന് തുടങ്ങി അൻത മലികുസ് സമാവാതി വൽ അർദി വമൻ ഫീഹിന്ന വലക്കൽ ഹംദ് എന്ന് തുടങ്ങിയിട്ട് അള്ളാഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി പറയാണ്, അൻതൽ ഹഖ് വവഅദുക ഹഖ്ഖുൻ വലിഖാഉക ഹഖ്ഖുൻ വൽജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വസ്സാഅതു ഹഖ്ഖുൻ വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഖ്ഖുൻ വന്നബിയ്യൂന ഹഖ്ഖുൻ. എന്താ? അൻതൽ ഹഖ്, അള്ളാഹുവിനെ കുറിച്ച് പറയണം, അള്ളാഹുവെ നീ അൽ ഹക്കാകുന്നു. അപ്പം അള്ളാഹുവിന് അൽ ഹഖ് എന്നുള്ള പേര് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിക്കുകയാണ്. ഉണ്മയുടെ ലോകത്ത് അനിഷേധ്യമായ യാഥാർത്ഥ്യവും സത്യവുമാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അതാണ് അൽ ഹഖ്. ഈ ഉലകത്തിൽ ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാകുന്നു അള്ളാഹു ആകുന്നതായ ഹക്ക്. അൻതൽ ഹക്ക്. എന്നിട്ട് അള്ളാഹുമായി ബന്ധപ്പെട്ടതെല്ലാം, അള്ളാഹുവിൽ നിന്നുള്ളതെല്ലാം ഹക്കാകുന്നു എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉണർത്തുകയാണ്. എന്താ? വവഅദുക ഹഖ്ഖുൻ, നിന്റെ വാഗ്ദാനം അത് സത്യമാകുന്നു, ഹക്കാകുന്നു. അള്ളാഹു വാഗ്ദാനമായി എന്തൊക്കെ നൽകിയിട്ടുണ്ടോ, അള്ളാഹു വാഗ്ദാനമായ അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ പ്രതിഫലം, അള്ളാഹുവിൻ്റെ സ്വർഗം, ഇതൊക്കെ ഹക്കാകുന്നു. വലിഖാഉക ഹഖ്ഖുൻ, അള്ളാഹുവെ കണ്ടുമുട്ടുക എന്നുള്ളത് ഹക്കാകുന്നു. അള്ളാഹുവിനെ കണ്ടുമുട്ടും. എവിടെ വെച്ചാൽ കണ്ടുമുട്ടുക? മരണപ്പിറ്റേന്ന് കണ്ടുമുട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് സംസാരിക്കും. വിചാരണയുടെ വേദിയിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്കാഗതമാകും. വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ, റബ്ബിൻ്റെ പ്രകാശത്താൽ വിചാരണയുടെ ഭൂമിക പ്രകാശമയമാകും. വജാഅ റബ്ബുക് വൽ മലകു സഫ്ഫൻ സഫ്ഫ, നിന്റെ റബ്ബ് വരും, മലക്കുകൾ സഫായി വരും എന്ന് പറഞ്ഞു. അതെന്തിനാ? നമുക്ക് അള്ളാഹുമായിട്ടൊരു ലിഖാ ഉണ്ട്, അഭിമുഖമുണ്ട്, കണ്ടുമുട്ടലുണ്ട്. മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പും അള്ളാഹുവിങ്കലേക്ക് മാത്രമായിട്ട് ഒരുമിച്ച് കൂട്ടലുമുണ്ട്. വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദ, എല്ലാവരും അള്ളാഹുവിങ്കൽ തനിച്ച് വരുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും തന്നിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അള്ളാഹുമായിട്ട് ലിഖാ ഉണ്ട് മരണപ്പിറ്റേന്ന്, പരലോകം സംഭവിച്ചു കഴിഞ്ഞാൽ. അതാണ് വലിഖാഉക ഹഖ്കുൻ വൽ ജന്നത്തു ഹഖ്കുൻ, സ്വർഗം ഹക്കാണ്. വന്നാറു ഹഖ്കുൻ, നരകം ഹക്കാണ്. വസ്സാഅതു ഹഖ്കുൻ, അന്ത്യനാൾ സംഭവിക്കൽ അത് ഹക്കാണ്. വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്കുൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹക്കാകുന്നു. വന്നബിയ്യൂന ഹഖ്കുൻ, നബിമാരെല്ലാവരും ഹക്കാകുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നമസ്കാരത്തിന് എഴുന്നേറ്റ് നിന്നാൽ ഇത് ചൊല്ലിയാണ് പിന്നെ ഖുർആൻ പാരായണം തുടങ്ങുക. ഇത് മാത്രമല്ല, അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഇലൈക അനബ്തു വബിക ഖാസംതു എന്ന് തുടങ്ങി ദുആ തുടരുന്നുണ്ട്. പക്ഷേ ഇവിടെ അള്ളാഹുവിൻ്റെ അൽ ഹഖ് എന്നുള്ള പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന് സമ്മതിക്കുകയാണ്. അൻതൽ ഹഖ്, അള്ളാഹുവെ നീയാകുന്നു അൽ ഹഖ്. അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ് ഈ ഉലകത്തിൽ അള്ളാഹു. ഒരാൾക്കും അത് നിഷേധിക്കാൻ കഴിയാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഹക്കായ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ആ നാമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ വിധികളും തേട്ടങ്ങളുമായി കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതെന്താണ്? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ചില വചനങ്ങൾ, അതിൻ്റെ സാഹചര്യങ്ങൾ, അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ അൽ ഹഖ്ഖു മിൻ റബ്ബിക് ഫലാ തകുൻ മിനൽ മുംതരീൻ. ഹക്കായ അള്ളാഹുവിൽ നിന്നാകുന്നു ഹക്ക്. യാഥാർത്ഥ്യവും വസ്തുതയും ശരിയും അത് അള്ളാഹുവിൽ നിന്നാകുന്നു. അതുകൊണ്ട് തന്നെ ഫലാ തകുൻ മിനൽ മുംതരീൻ, അള്ളാഹുവിൽ നിന്നുള്ള ഹക്കിൻ്റെ വിഷയത്തിൽ ഒരിക്കലും സംശയത്തിലാകാൻ പാടില്ല എന്നാണ്. സമീഅന വ അതാന, ഞങ്ങൾ കേട്ടു അനുസരിച്ചു, ഇതായിരിക്കണം അള്ളാഹുവിൽ നിന്ന് ഒരു വിഷയം വന്നാൽ അതിലൊരു മുസൽമാൻ്റെ നിലപാട്. കാരണം എന്താ? അൽ ഹഖ് മിൻ റബ്ബിക്, റബ്ബിൽ നിന്നുള്ളത് എന്താണ്? ഹക്കാണ്. ഈ ആയത്ത് നജ്റാനിലെ ക്രൈസ്തവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മദീനയിൽ വന്നതുമായി ബന്ധപ്പെട്ടാണ് അവതീർണമായത്. നജ്റാനിലെ ക്രൈസ്തവർ മദീനയിൽ വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തി. അപ്പോൾ ക്രൈസ്തവരായ നജ്റാനികൾ പറഞ്ഞു, മുഹമ്മദ്, നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ നിരൂപിക്കുന്നുവല്ലോ. നിങ്ങൾ ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച് പറയുന്നത് അബ്ദുല്ലാഹി വ റസൂലും, അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണ് എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈസ അപ്രകാരമാണ്, ഈസ ഇബ്നു മറിയമാണ്, അബ്ദുല്ലാഹി വ റസൂലും, മറിയത്തിൻ്റെ മകനാണ് ഈസ, അള്ളാഹുവിൻ്റെ ദാസനും അള്ളാഹുവിൻ്റെ ദൂതനുമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മളെന്താ പറയുന്നത്? വഅശ്ഹദു അന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലു വകലിമതുഹു അൽഖാഹാ ഇലാ മറിയമ വറൂഹും മിൻഹു. അതാണ് നമ്മുടെ ആദർശം. ഈസ ഇബ്നു മറിയം അള്ളാഹുവിൻ്റെ ദാസനാണ്, അതുകൊണ്ട് അദ്ദേഹം ആരാധിക്കപ്പെടാൻ പാടില്ല.
വറസൂലു അള്ളാഹുവിൻ്റെ ദൂതനാണ്. അതുകൊണ്ട് തന്നെ ആ ദൂതനെ പിൻപറ്റണം. വകലിമതുഹു അൽഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അള്ളാഹുവിൻ്റെ വചനാണ്. വറൂഹും മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള റൂഹുമാകുന്നു ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള റൂഹ് എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ റൂഹ് അള്ളാഹുവിൽ നിന്നുള്ള റൂഹാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറിയമിൽ ഊതി, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുൻ ഉണ്ടാകൂ എന്ന് പറഞ്ഞു ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായി. അതാണ് അള്ളാഹുവിൻ്റെ വചനം, അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന റൂഹാണ്. ഇതാണ് നമുക്ക് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചുള്ള വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ക്രൈസ്തവരോട് ഇത് പറഞ്ഞു. ഇതെങ്ങനെ നിങ്ങളുടെ നബിയായ ഈസയെ നിരൂപിക്കലാകുക? അപ്പോൾ ക്രൈസ്തവർ പറഞ്ഞു, അറഅയ്ത വലദൻ ഉലിദ മിൻ ഗൈരി അബ്, പിതാവില്ലാതെയല്ലേ ഈസ ജനിച്ചത്? പിതാവില്ലാതെയല്ലേ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത്? അപ്പോൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനം ആശ്ചര്യജനകമാണ്. അതുകൊണ്ട് ഈസ ഇലാഹാണ് എന്നുള്ളതാണ് ആര് പറയുന്നത്? നജ്റാനിലെ ക്രൈസ്തവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നജ്റാനിലെ ക്രൈസ്തവർക്ക് അവരുടെ ആശ്ചര്യ വർത്തമാനത്തേക്കാൾ വലിയ ആശ്ചര്യ വർത്തമാനമാണ് കൊണ്ടുവന്നത്. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം, ഈസായുടെ ഉദാഹരണം അത് ആദമിൻ്റെ ഉദാഹരണം പോലെയാണ്. ഈസ ആദമിനെ പോലെയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ. ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകുൻ, ആദമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. വാപ്പിയില്ല, അമ്മിയില്ല, പിതാവുമില്ല, മാതാവുമില്ല, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുക ചെയ്തത്. ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകുൻ, ആദമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നീ ഉണ്ടാകും, ഉണ്ടായി. അപ്പോൾ ഏതാ ഏറ്റവും ആശ്ചര്യകരം? വാപ്പല്ലാതൊരു പിതാവില്ലാതൊരു കുട്ടി ഉണ്ടായതാണോ, അതല്ല പിതാവും മാതാവും ഇല്ലാതെ ഉണ്ടായതോ? ആശ്ചര്യകരമായ ഒരു വർത്തമാനം ഈസായുടെ ഉലൂഹിയത്തിന്, ആരാധ്യതയ്ക്ക് തെളിവായി കൊണ്ടുവന്നപ്പോൾ അതിനേക്കാൾ ആശ്ചര്യകരമായൊരു വർത്തമാനം ആദമിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. അതോടുകൂടി നജ്റാനിലെ നസാറാക്കൾ ഉത്തരം മുട്ടി. ജനനത്തിൻ്റെ വിഷയത്തിലുള്ള അത്ഭുതമാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ആരാധിക്കപ്പെടാൻ തെളിവെങ്കിൽ അതിനേക്കാൾ വലിയ ആശ്ചര്യമാണ് എന്നാൽ ആദമിൻ്റെ ജനനം എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വചനത്തിലൂടെ അവരെ കേൾപ്പിച്ചത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ അവരെ കേൾപ്പിച്ചു. എന്നിട്ട് അവരെ മുബാഹലക്ക് വിളിച്ചു. മുബാഹല എന്ന് പറഞ്ഞാൽ എന്താ? മുബാഹല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ ഹുസൈൻ കുട്ടികളെയും ഫാത്തിമ അതേപോലെ അലി എന്നിവരെയും വിളിച്ച്, റസൂലുള്ളാഹിന്റെ മകൾ ഫാത്തിമയെ വിളിച്ച്, ഹസൻ ഹുസൈൻ ഇവരെ വിളിച്ച്, പിന്നെ മരുമകൻ അലിയാരെയും വിളിച്ച്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ ദുആ ചെയ്യുകയാണ്, ആമീൻ പറയാൻ പറഞ്ഞു. ആ വിഷയത്തിൽ ആയത്തിറങ്ങി, ഫമൻ ഹാജ്ജക ഫീഹി മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം ഫഖുൽ തആലൂ നദ്ഉ അബ്നാഅന വഅബ്നാഅകും വനിസാഅന വനിസാഅകും വഅൻഫുസനാ വഅൻഫുസകും സുമ്മ നബ്തഹിൽ ഫനജ്അൽ ലഅനതല്ലാഹി അലൽ കാദിബീൻ. വ്യക്തമായ തെളിവ് വന്നെത്തിയിട്ടും അവർ തർക്കത്തിലാണ് എങ്കിൽ ഓരെ വിളിക്കാൻ പറഞ്ഞു. അവരും അവരുടെ മക്കളെയും ഭാര്യമാരെയൊക്കെ വിളിച്ചിട്ട് ഓരോ ഒരു ഭാഗത്ത് നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മകൾ ഫാത്തിമയെയും മരുമകനെയും പൗത്രന്മാരെയും വിളിച്ചിട്ട് ഒരു ഭാഗത്ത് നിന്നു. എന്നിട്ട് നമുക്ക് ശാപപ്രാർത്ഥന നടത്താം. റസൂലുള്ള പറയുന്നത് ഞാൻ ദുആ ചെയ്യാം, ഞങ്ങൾ ആമീൻ പറഞ്ഞോളി എന്ന് പറഞ്ഞിട്ട് അവരെ മുബാഹലക്ക് വിളിച്ച്. അതോടുകൂടി അവർക്ക് ബോധ്യപ്പെട്ടത് സത്യപ്രവാചകനാണെന്നുള്ളത്. പക്ഷേ അവർ കൂട്ടാക്കിയില്ല. നജ്റാനിലെ ക്രൈസ്തവർ അവർ ഒരു വർഷത്തിൽ 2000 വസ്ത്രങ്ങളും അതേപോലെ തന്നെ ചില ഉൽപ്പന്നങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകാം എന്നുള്ള വ്യവസ്ഥയിൽ അവർ മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അവിടെ വെച്ച് അവർ പിരിയുകയാണ് ചെയ്തത്. പിന്നെ അവരുടെ ചരിത്രം വിഷയങ്ങൾ മറ്റു പലതുമായിട്ട് തുടരുന്നുണ്ട്. ഏതായാലും ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ, അതായത് ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അൽ ഹഖ്ഖു മിർ റബ്ബിക്, അത് നമ്മുടെ വിഷയം, നിന്റെ റബ്ബിൽ നിന്നാകുന്നു ഹഖ്, ഫലാ തകും മിനൽ മുംതരീൻ,
നീ ഒരിക്കലും സംശയാലുക്കളിൽ പെട്ടുപോകരുത്. അള്ളാഹു ഹക്കാണ്, അള്ളാഹു അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. അവനിൽ നിന്ന് ഹക്ക് അവതീർണമായിരിക്കുന്നു. ആ ഹക്കിൽ ഒരിക്കലും ചാഞ്ചാടാനോ സംശയത്തിലകപ്പെടാനോ സന്ദേഹം പേറാനോ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അഭിസംബോധനയാണ് എങ്കിലും നമ്മളെല്ലാവരും ആ അഭിസംബോധനയിൽ ഭാഗവാക്കാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്തുണ്ട്, മറ്റൊരു സംഭവം. അതേതാ? ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ടാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ആദ്യകാലങ്ങളിൽ നമസ്കരിച്ചിരുന്നത് ഫലസ്തീനിലേക്കാണ്, ജെറുസലേമിലേക്കാണ്. ഖിബ്ല ഫലസ്തീനിലായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമ്പോൾ കഅബയെ മുന്നിലാക്കിയിട്ട് ഫലസ്തീനിലേക്ക് നിസ്കരിക്കും മക്കയിൽ. അപ്പം കഅബ, മക്കത്തെ കഅബയും മുന്നിലാണ്, പിന്നെ ഫലസ്തീനും മുന്നിലാണ്. അങ്ങനെയായിരുന്നു നിസ്കരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ മക്കയിലില്ലാത്ത ചില വിഷയങ്ങൾ മദീനത്തുണ്ടായി നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ. അതെന്താ? മദീനയിൽ വെച്ച ഒരാൾ നിസ്കരിക്കുമ്പോൾ ഫലസ്തീൻ വടക്ക, മക്ക തെക്ക. അപ്പോൾ എവിടുക്ക തിരിഞ്ഞ് നിസ്കരിക്കുക? മദീനയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ കഅബയെ മുന്നിലാക്കി നിസ്കരിക്കാൻ പറ്റൂല. ഫലസ്തീനിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ കഅബ ബേക്കിലാണ്, പിന്നിലാണ്. മദീനയിൽ മസ്ജിദ് നബവിയുടെ തെക്ക് ഭാഗത്താണ് ആര്? കഅബ ഉള്ളത്, മക്ക ഉള്ളത്. വടക്ക് ഭാഗത്താണ് ഫലസ്തീൻ ഉള്ളത്, ജെറുസലേം, അൽ മസ്ജിദ് അൽ അഖ്സ പള്ളി ഉള്ളത്. അൽ മസ്ജിദ് അൽ അഖ്സ പള്ളിയിൽ ചരിത്ര പ്രസിദ്ധമായ സഹ്റുണ്ട്. ഇന്ന് കുബ്ബത്ത് സഹ്റ അതിൻ്റെ മുകളിലാണ്. ഈ സഹ്റയിലേക്ക് തിരിഞ്ഞിട്ടാണ്, അതാണ് ഖിബ്ല. അവിടേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് ഇസ്രാ നടത്തിയ വേളയിലും റസൂൽ അവിടേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചത്, സഹ്റയിലേക്ക് തിരിഞ്ഞ്. കാരണം അതാണ് ആദ്യത്തെ ഖിബ്ല. മദീനയിൽ റസൂലുള്ളാഹി നിസ്കരിക്കുമ്പോൾ സഹ്റയിലേക്ക്, ഫലസ്തീനിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കും. അപ്പം കഅബ മക്കത്തിൽ അത് ബേക്കിലാണ്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിൽ വലിയ ഒരു പ്രയാസം. ഇതുവരെ മുന്നിൽ നിർത്തി നിസ്കരിച്ചിരുന്നു കഅബയെ, ഫലസ്തീനിലേക്കാണെങ്കിലും കഅബ മുന്നിലായിരുന്നു. ഇപ്പം കഅബ ബേക്കിലാണ്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടപ്പെട്ടിരുന്നു കഅബ ബേക്കിൽ വരുന്ന വിഷയത്തിൽ. ചില അസറുകളിൽ കാണാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രാ സ്വലമാ തങ്ങളോട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഏതിൻ്റെ വിഷയത്തിൽ? കഅബ ബേക്കിലായിട്ട് നിസ്കരിക്കുന്ന വിഷയത്തിൽ. ഖിബ്ല മാറി മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, ആകാശത്തിലേക്ക് നിങ്ങളുടെ മുഖം തിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ജിബ്രീൽ വഹ്യായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് റസൂലുള്ള മാനത്തേക്ക് നോക്കുകയാണ്. അള്ളാഹു പറയണ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബ്ലയിലേക്ക് നാം നിങ്ങളെ തിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അങ്ങനെ 1 വർഷവും 7 മാസവും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഏതായാലും കുറേ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന് ഫലസ്തീനിലേക്കാണ് തിരിഞ്ഞ് നിസ്കരിച്ചത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കെ അള്ളാഹുവിൽ നിന്ന് വഹയി വന്ന്, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന് നേരെ നിങ്ങൾ മുഖം തിരിക്കുക, നീ ഖിബ്ല മാറാൻ പറഞ്ഞ്. സുബഹി നിസ്കാരം തുടങ്ങിയത് ഫലസ്തീനിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിട്ടാണ്. പക്ഷേ ആ നിസ്കാരത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിബ്ല മാറി മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. അതാണ് ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അതേപോലെ വേറെയും ആയത്തുകൾ കാണാൻ സാധിക്കും സൂറത്തുൽ ബഖറയിൽ, വഹൈസുമ ഖറജ്ത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഇങ്ങനെ ആയത്തുകൾ കാണാൻ സാധിക്കും. എവിടുന്ന് നിങ്ങൾ പുറപ്പെട്ടാലും നിങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞു, മക്കത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞു. ആയത്തുകൾ ആ വിഷയത്തിൽ അവതീർണമായി. ഇതോടുകൂടി ജനങ്ങൾ 4 തട്ടിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫലസ്തീനിലെ സഹ്റയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതിൽ നിന്ന് മുഖം
നേരെ തെക്ക് ഭാഗത്തുള്ള മക്കയിലേക്ക് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചപ്പോൾ ജനങ്ങൾ 4 കൂട്ടരായി. ഒരു കൂട്ടർ വിശ്വാസികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അൽ ഹഖ്ഖു മിർ റബ്ബിക് ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. റബ്ബിൽ നിന്നാകുന്നു ഹക്ക്. ഈ വിഷയത്തിലാണ് ഈ ആയത്ത്. അതുകൊണ്ട് ഫലാ തകുൻ മിനൽ മുംതരീൻ, നിങ്ങൾ ഒരിക്കലും സംശയാലുക്കളുടെ കൂട്ടത്തിൽ അകപ്പെടേണ്ട. അള്ളാഹു മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ പറഞ്ഞാൽ മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക, ഖലാസ്. വിശ്വാസികൾ മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലല്ലദീന ഹദല്ലാഹ്, അള്ളാഹു സന്മാർഗം നൽകാത്തവർക്ക് വഇന്നഹാ ലകബീറത്തുൻ, ഈ ഖിബ്ല മാറ്റം ഭാരിച്ചൊരു വിഷയമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ അവിടെ അള്ളാഹു ഹിദായത്ത് ഏകിയവർക്കൊരു പ്രശ്നമല്ല. വിശ്വാസികൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് എന്തായി, അവർ മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച്. അതാണ് ഒരു കൂട്ടർ. അവരുടേത് സമീഅനാ വ അതാന, അള്ളാഹുവിൽ നിന്ന് സത്യം വന്നു, ഞങ്ങൾ കേട്ടു, അനുസരിച്ചു, സമ്മതിച്ചു. രണ്ടാമത്തെ കൂട്ടർ മക്കയിലെ മുശ്രിക്കുകളാണ്. മുശ്രിക്കുകൾ എന്താ പറഞ്ഞതെന്നറിയാമോ? മുശ്രിക്കീങ്ങൾ പറഞ്ഞ്, മുഹമ്മദ് ഇതുവരെ ഫലസ്തീനിലേക്കായിരുന്നു തിരിഞ്ഞിരുന്നത്. ഇപ്പം മുഹമ്മദ് ഇതാ നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. ഇനി വൈകാതെ മുഹമ്മദ് നമ്മളുടെ ആദർശത്തിലേക്ക് മടങ്ങി വരും. ഇതാണ് മക്കക്കാർ അവർ ആയുധമായിട്ട് കൊണ്ടുവരുന്നത്. അതായത് മുഹമ്മദ് ഇതുവരെ നമ്മളടുത്ത് നിന്ന് അങ്ങോട്ട് ഇനി തിരിഞ്ഞിന്, ഇപ്പം മുഹമ്മദ് ഇതാ നമ്മളുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു മദീനയിൽ വെച്ച്. ഇനി വൈകാതെ മുഹമ്മദ് നമ്മളുടെ ആദർശത്തിലേക്കും വന്നോളും. ഇത് മക്കക്കാരുടെ വക അവർ പ്രചരിപ്പിച്ചു. മൂന്നാമത്തെ കൂട്ടർ ജൂതന്മാരാണ്. ജൂതന്മാർ പറഞ്ഞു, എല്ലാ നബിമാരുടെയും ഖിബിലയായിരുന്നു സഹ്റ. ഫലസ്തീനിലെ സഹ്റ എല്ലാ നബിമാരുടെയും ഖിബിലയായിരുന്നു. അത് മുഹമ്മദ് കയ്യൊഴിച്ച്. സത്യപ്രവാചകനായിരുന്നുവെങ്കിൽ ഒരിക്കലും നബിമാരുടെ ഖിബില മുഹമ്മദ് കയ്യൊഴിക്കുമായിരുന്നില്ല. ജൂതരും കിട്ടിയ വടികൊണ്ട് തല്ലാൻ തുടങ്ങി. നാലാമത്തെ കൂട്ടർ മുനാഫിഖീങ്ങളാണ്, കപടവിശ്വാസികൾ. കപടവിശ്വാസികൾ വളരുന്നേ ഉള്ളൂ മദീനത്ത്. ബദർ യുദ്ധത്തിന് ശേഷമാണ് അവരുടെ നിറം പൂർണ്ണമായത്. അതിനു മുമ്പൊക്കെ അവരിങ്ങനെ മങ്ങിയ വെളിച്ചത്തിലാണ്. ഈ മുനാഫിഖീങ്ങൾക്ക് നിറം കിട്ടിയ സംഭവമായിരുന്നു ഖിബില മാറ്റം. എന്താ മുനാഫിഖീങ്ങൾ പറഞ്ഞത്? എന്ത് മുഹമ്മദ്, എവിടേക്ക് തിരിയണമെന്ന് വിവരമല്ല. ഇതുവരെ ഫലസ്തീനിലേക്കാണ് തിരിഞ്ഞത്. അത് സത്യമാണ് എങ്കിൽ ആ സത്യം മുഹമ്മദ് ഇതാ കയ്യൊഴിച്ചിരിക്കുന്നു. അതല്ല, ഇപ്പം തിരിഞ്ഞെടുത്താണ് സത്യമെങ്കിൽ ഇതുവരെ ബാത്തിലായിരുന്നു മുഹമ്മദ്. ഇതാണ് മുനാഫിഖീങ്ങളുടെ നിലപാട്. ഒന്നാക്കാണ് നിങ്ങൾ. മുഹമ്മദ് എന്താ ഇത്, എവിടേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണം എന്നുള്ളതിൽ ഒരു കൃത്യതല്ലാത്ത മനുഷ്യൻ. ഇത് മുനാഫിഖീങ്ങളുടെ വർത്താനാണ്. നഊദു ബില്ലാഹ്. ഇതുവരെ ഫലസ്തീനിലേക്കാണ് തിരിഞ്ഞത്. അത് സത്യമാണ് എങ്കിൽ ഇപ്പം ആ സത്യത്തിലേക്കാണ് തിരിഞ്ഞത്. അതല്ല, ഇപ്പം തിരിഞ്ഞെടുത്താണ് സത്യമെങ്കിൽ ഇതുവരെ മുഹമ്മദിൻ്റെ നിസ്കാരം ബാത്തിലായിരുന്നു. ഇങ്ങനെ മുനാഫിഖീങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അത് വിശ്വാസികൾക്ക് വലിയ പരീക്ഷണമായി. മുനാഫിഖീങ്ങൾ ഒരു ഭാഗത്ത്, മുശ്രിക്കീങ്ങൾ ഒരു ഭാഗത്ത്, ജൂതന്മാർ മറുഭാഗത്ത്. പക്ഷേ അള്ളാഹു സന്മാർഗമേകിയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ഭാരമോ പ്രയാസമായില്ല. മുനാഫിഖീങ്ങൾക്കും ബരിക്കാണ് വൈന്നഹാ ലകബീറ, ഖിബില മാറ്റം വലിയ ഒരു കാര്യമായത്, ഭാരമായത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷയത്തിൽ അവതരിപ്പിച്ച അവൻ്റെ വചനമാണ് അൽ ഹഖ്ഖു മിർ റബ്ബിക്, ഹക്ക് നിന്റെ റബ്ബിൽ നിന്നുള്ളതാകുന്നു. ഫലാ തകുൻ മിനൽ മുംതരീൻ, അതുകൊണ്ടൊരിക്കലും നീ സംശയാലുക്കളിൽ പെട്ടുപോകരുത്. ഇത് പ്രവാചകനെ ഗുണദോഷിച്ചു. അത് വിശ്വാസികൾക്കുള്ള ഗുണദോഷമാണ്, നമുക്കൊക്കെ ഉള്ള ഗുണദോഷമാണ്. അൽ ഹക്കായ അള്ളാഹു സുബ്ഹാനഹു വ തആല, അവനിൽ നിന്നാകുന്നു ഹക്ക്. ആ ഹക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മറ്റൊരു തെരഞ്ഞെടുപ്പും തീരുമാനവും ഉണ്ടാകുക എന്നുള്ളത് പാടുള്ളതല്ല. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി, അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും
മുൻകടന്നിട്ടുള്ള ഒരു നിലപാട്, ഒരു വാക്ക്, ഒരു അഭിപ്രായം അത് നിങ്ങൾക്കുണ്ടാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വമാ കാന ലിമുഅ്മിനിൻ വലാ ലിമുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും തങ്ങളുടെ വക ഒരു തീരുമാനം ഉണ്ടാകുക അത് പാടുള്ളതല്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അല്ലാഹു ഹക്കാകുന്നു, അവനിൽ നിന്നാകുന്നു ഹക്ക്. പക്ഷെ ആ ഹക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് കേട്ടാൽ നമ്മൾ അംഗീകരിക്കുക, മനസ്സാ വാച കർമ്മണ സമ്മതിക്കുക, ഇത് നമ്മളുടെ മേൽ ബാധ്യതയാണ്. അള്ളാഹു ആരെയും അടിച്ചേൽപ്പിക്കൂല. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? നമുക്ക് ഇച്ഛാശക്തിയും സ്വാതന്ത്ര്യമുണ്ട്. ആ ഇച്ഛാശക്തിയും സ്വാതന്ത്ര്യവും ഉപയോഗിച്ചിട്ട് നമ്മൾ ഹക്ക് മുറുകെ പിടിക്കുകയാണ് വേണ്ടത്. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫല്യുഅ്മിൻ വമൻ ശാഅ ഫല്യക്ഫുർ. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നാകുന്നു ഹക്കിൻ്റെ അവതീർണത. ഫമൻ ശാഅ ഫല്യുഅ്മിൻ, ഉദ്ദേശിക്കുന്നവൻ അവൻ വിശ്വസിക്കട്ടെ. വമൻ ശാഅ ഫല്യക്ഫുർ, ഉദ്ദേശിക്കുന്നവന് അവിശ്വസിക്കാം. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇന്ന അഅ്തദിന ലിദ്ദാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ വഇൻ യസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്വിൽ വുജൂഹ് ബിഅസ ശറാബ് വസാഅത് മുർതഫഖ. ഉദ്ദേശിക്കുന്നവൻ അവിശ്വസിക്കാം, പക്ഷെ അവിശ്വാസിയായി മരിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ അക്രമിയാണ്. ആ അക്രമികൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തീനെ ഒരുക്കിയിട്ടുള്ളത്. ആ നരകത്തീൻ്റെ പ്രത്യേകത അഹാത ബിഹിം സുറാദിഖുഹാ, നരകവാസികളെയും കൊണ്ട് അതിൻ്റെ കൂടാരം ഇങ്ങനെ മൂടപ്പെട്ടതാണ്. ഒരിക്കലും പുറത്തെടുക്കാൻ പറ്റൂല, നരകത്തീയിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയൂല. മാത്രമല്ല നരകത്തിൻ്റെ ചൂടും ആവിയും പുറത്തു പോകാത്ത വിധം അത് കൂടാരാണ്. ഇന്നഹ അലൈഹിം മുഅ്സദ ഫി അമദി മുമദ്ദദ. അതാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹി അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. വഇൻ യസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്വിൽ വുജൂഹ് ബിഅസ ശറാബ് വസാഅത് മുർതഫഖ. നരകത്തിൽ ദാഹിച്ചു വലയും, കാരണം നോവേറ്റുന്ന ചൂടും കഠിനമായ തീയും ചൂടുക. അപ്പോൾ ദാഹജലം ആവശ്യ. അപ്പോൾ ദാഹജലത്തിന് വേണ്ടി കീഴുമ്പോൾ ദാഹജലം കൊടുക്കും. ദാഹജലം ഉരുകിയ ലോഹം പോലെയായിരിക്കും. അത് കുടിക്കാൻ മുഖത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട് എങ്കിൽ യശ്വിൽ വുജൂഹ്, മുഖത്തെ കരിച്ച് കളയുന്ന രീതിയിൽ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്, നരകത്തിയാണ്. അപ്പോൾ ശരിയാണ്, ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, റബ്ബിൽ നിന്ന് ഹക്കാണ്. ഫമൻ ശാഅ ഫല്യുമിൻ, ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം. വമൻ ശാഅ ഫല്യക്ഫുർ, ഇഷ്ടമുള്ളവൻ എന്ത് ചെയ്യാം? അവിശ്വസിക്കാം. പക്ഷെ അവിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ ഔദാര്യമല്ല, അവനത് ഗുണമല്ല. പിന്നെയോ അവിശ്വാസിയെ കാത്തു കഴിയുന്നത് നോവേറ്റുന്ന അഗ്നിയും ചൂടേറെയുള്ള നരകത്തീയുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശ്വസിച്ചാലോ, ഇന്നല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത് ഇന്ന ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല. വിശ്വസിച്ച് സുഹൃതം പ്രവർത്തിച്ചവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കർമ്മങ്ങളെ പാഴാക്കൂല, പോക്കൂല. അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമലുകളെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കും. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അവരുടെ അമലുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിയും. അതിനെ അല്ലാഹു ധൂളികളാക്കി, പൊടികളാക്കി പറപ്പിച്ചു വിടുന്നതാണ്. ഹബിതത അഅമാലുഹും, അവരുടെ കർമ്മങ്ങൾ അവർക്ക് പൊളിഞ്ഞു പോകും, ഉണ്ടാവില്ല. അതേസമയം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കൂല. പിന്നെയോ അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അവരെ അനുഗ്രഹിക്കും, ആദരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്. അപ്പോൾ ഹക്ക് അള്ളാഹുവിൽ നിന്നാകുന്നു. ആ ഹക്ക് അത് വിശ്വസിക്കുക, അംഗീകരിക്കുക, സത്യപ്പെടുത്തുക എന്നുള്ളത് നമ്മളുടെ മേൽ ബാധ്യതയാകുന്നു. ഇതാണ് ആ വിഷയത്തിൽ ഹക്ക് എന്ന നാമം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ വിധിയും തേട്ടവുമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തേത്, അള്ളാഹു അവൻ ഹക്ക് പറയുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെക്കുറിച്ച് പറഞ്ഞു, വല്ലാഹു യഖൂലുൽ ഹഖ് വഹുവ യഹ്ദിസ് സബീൽ. വല്ലാഹു യഖൂലുൽ ഹഖ്, അള്ളാഹു ഹക്ക് പറയുന്നു. വഹുവ യഹ്ദിസ് സബീൽ, അവൻ മാർഗം കാണിക്കുകയും ചെയ്യുന്നു.
മറ്റൊരു വചനത്തിൽ അള്ളാഹു പറഞ്ഞു, ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം ഖാലു മാദാ ഖാല റബ്ബുക്കും ഖാലുൽ ഹഖ് വഹുവൽ അലിയുൽ കബീർ. ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, ആകാശലോകങ്ങളിൽ മലക്കുകളുടെ ഭീതി പോയി കഴിഞ്ഞാൽ, മലക്കുകളുടെ പേടി നീങ്ങിക്കഴിഞ്ഞാൽ, ഖാലു മാദാ ഖാല റബ്ബുക്കും, മലക്കുകളിൽ ചിലരോട് ചോദിക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത്? ഖാലുൽ ഹഖ്, അപ്പം മലക്കുകൾ പറയും അള്ളാഹു ഹക്ക് പറഞ്ഞിരിക്കുന്നു എന്ന്. അപ്പം അള്ളാഹു ഹക്കാണ്, അവൻ പറയുന്നത് ഹക്കാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ ഒരു സംഭവം കാണാൻ സാധിക്കും. എന്താ? ഇദാ അറാദല്ലാഹു അൻ യൂഹിയ ബിൽ അംരി തകല്ലമ ബിൽ വഹ്. ഒരു കാര്യം വഹിയേകണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു വഹി കൊണ്ട് സംസാരിക്കും. അപ്പോൾ അഖദത്തി സമാവാതു മിൻഹു റജ്ഫ, അള്ളാഹു വഹി സംസാരിക്കുമ്പോൾ വാനലോകം പ്രകമ്പനം കൊള്ളും. എങ്ങനെയുള്ള പ്രകമ്പനം? റജ്ഫത്തൻ ഷദീദത്തൻ, ശക്തമായ പ്രകമ്പനം. ഖൗഫൻ മിനല്ലാഹ്, അള്ളാഹുവിനോടുള്ള പേടി നിമിത്തം. ഫഇദാ സമിഅ ദാലിക അഹ്ലുസ് സമാവാത് സുഇഖു, വാനത്തിലുള്ള മലക്കുകൾ ഈ പ്രകമ്പനം കേട്ടാൽ അവർ ബോധമറ്റ് വീഴും. വഖറു ലില്ലാഹി സുജ്ജദൻ, അല്ല, അവർ വീഴും, അവർ അള്ളാഹുവിന് പ്രണമിച്ചു വീഴും. ഫയകൂനു അവ്വല മൻ യർഫഉ റഅസഹു ജിബ്രീൽ അലൈഹിസ്സലാം, ആ പ്രകമ്പനത്തിൽ മലക്കുകൾ വീണാൽ, പ്രണമിച്ചു വീണാൽ, ആദ്യമായി തല ഉയർത്തുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ ആയിരിക്കും. ഫയുകല്ലിമുഹുല്ലാഹു മിൻ വഹീഹി ബിമാ അറാദ്, അങ്ങനെ ജിബ്രീലിനാണുള്ള വഹി സംസാരിക്കുക. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന വഹി ജിബ്രീലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. സുമ്മ യമുറു ജിബ്രീൽ അലൽ മലായിക, പിന്നീട് ജിബ്രീൽ മലക്കുകളുടെ ലോകത്തിലൂടെ ആ വഹി കേട്ടത് കൊണ്ട് പോകും, കടന്നു പോകും. കുല്ലമ മർറ ബിസമാഇൻ സഅലഹു മലായികതുഹ, ഓരോ വാനത്തിലൂടെയും ജിബ്രീൽ, ഓരോ വാനത്തിലും മലക്കുകളുണ്ട്, ആ മലക്കുകളിലൂടെ ജിബ്രീൽ കടന്നു പോകുമ്പോൾ അതിലെ മലക്കുകൾ ജിബ്രീലിനോട് ചോദിക്കും, മാദാ ഖാല റബ്ബുന യാ ജിബ്രീൽ, ജിബ്രീൽ നമ്മളുടെ റബ്ബ് എന്താണ് പറഞ്ഞത്? ഫയഖൂലു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ പറയും, ഖാല അൽ ഹഖ്, അല്ലാഹു ഹക്ക് പറഞ്ഞിരിക്കുന്നു. വഹുവൽ അലിയുൽ കബീർ, അള്ളാഹു അത്യുന്നതനും മഹാനുമാകുന്നു. ഫയഖൂലൂന കുല്ലുഹും മിസ്ല മാ ഖാല ജിബ്രീൽ, അതോടുകൂടി മലക്കുകൾ ആ സകലം ജിബ്രീൽ പറഞ്ഞതുപോലെ പറയും. എന്താ പറയാ? ഖാല റബ്ബുനൽ ഹഖ്, നമ്മളുടെ റബ്ബ് ഹക്ക് പറഞ്ഞിരിക്കുന്നു. വഹുവൽ അലിയുൽ കബീർ. പിന്നെ ജിബ്രീൽ വഹി അള്ളാഹു എവിടേക്കാണ് നിയോഗിച്ചത്, വഹിയുമായി അവിടേക്ക് പോകുമെന്നാണ്. ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത് എന്താ? ഹത്താ ഇദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, മലക്കുകളുടെ ഹൃദയത്തിൽ നിന്ന് ഭീതി നീങ്ങിയാൽ, പേടി പോയാൽ, ഖാലു, മലക്കുകൾ ചോദിക്കും, മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത്? ഇത് സൂറത്ത് സബയിലെ 23-ാമത്തെ ആയത്താണ്. നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത്? ആ പറയുന്നതിൻ്റെ സാഹചര്യമാണ് ഹദീസിൽ വിശദീകരിച്ചത്. എങ്ങനെ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളോടൊപ്പം ജിബ്രീലും വീഴും, അള്ളാഹുക്ക് ഇന്ന് പ്രണമിച്ച് വീഴും. ആദ്യം തല ഉയർത്തുന്നത് ജിബ്രീലാണ്. അപ്പോൾ ജിബ്രീലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹിയേകും. അങ്ങനെ ആ വഹിയുമായി ജിബ്രീൽ ഓരോ ആകാശത്തിലൂടെയും, 7 ആകാശങ്ങളില്ലേ, 7 ആകാശങ്ങളിലും ധാരാളം മലക്കുകളുണ്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? അത്വതി സമ വഹുഖലഹ അൻ തഇത് മാ ഫീഹാ മൗദിഉ 4 അസാബി ഇല്ലാ വ മലക്കുൻ റാക്കിഊൻ ഔ സാജിദ്. 4 വിരൽ വെക്കാൻ ആകാശത്തിൽ ഇടല്ല, ഒന്നുകിൽ ഒരു മലക്ക് റുക്കൂയിലാണ്, അല്ലെങ്കിൽ ഒരു മലക്ക് സുജൂദിലാണെന്നാണ്. 7 ആകാശങ്ങൾ, വിശാലമായ ആകാശങ്ങൾ. അപ്പോൾ വാനലോകം മലക്കുകളാൽ നിബിഡമാണ്. മലക്കുകളാൽ, അവരുടെ തസ്ബീഹിനാലും തക്ബീറിനാലും ശബ്ദമയത്തിലുമാണ്. അപ്പോൾ ഈ മലക്കുകളിലൂടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു പോകുമ്പോൾ ചോദിക്കും, എന്താണ് ജിബ്രീൽ റബ്ബ് പറഞ്ഞത്? അപ്പോൾ ജിബ്രീൽ പറയും, ഖാലൽ ഹഖ് വഹുവൽ അലിയുൽ കബീർ, ഹക്കാണ് അള്ളാഹു പറഞ്ഞത്, അവൻ അത്യുന്നതനും മഹാനുമാകുന്നു. അപ്പം മലക്കുകളെല്ലാവരും ഇത് ഏറ്റുപറയും എന്നാണ് ഈ ഹദീസിലുള്ളത്. ഇവിടെ നമ്മൾ പറയുന്നത് അള്ളാഹു ഹക്ക് പറയുന്നു, അവൻ്റെ ഹക്കാണ് വിശുദ്ധ ഖുർആനായി തിരുമൊഴികളും തിരുനബിയുടെ ചര്യകളുമായിട്ട് നമ്മളോടൊപ്പം ഉള്ളത്. ആ ഹക്കിനെ നമ്മൾ മുഖവിലക്കെടുക്കണം. അതിനെ നമ്മൾ സത്യപ്പെടുത്തേണ്ടത് സത്യപ്പെടുത്തി, വിശ്വസിക്കേണ്ടത് വിശ്വസിച്ച്,
അതിൽ കർമ്മപദങ്ങളിലൂടെ സത്യപ്പെടുത്തേണ്ടത് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സത്യപ്പെടുത്തി നമ്മൾ അതിൻ്റെ പ്രയോക്താക്കളാകണം എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഹക്കിൻ്റെ വിഷയത്തിൽ അള്ളാഹ്ക്ക് ലജ്ജല്ല. അള്ളാഹു ഹക്കാണ്. അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഹക്കിൻ്റെ വിഷയത്തിൽ യാതൊരു ലജ്ജയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെക്കുറിച്ച് പറഞ്ഞു, വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്. ഹക്കിൻ്റെ വിഷയത്തിൽ അള്ളാഹു ലജ്ജിക്കൂല. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ ഫഅമ്മ അല്ലദീന ആമനൂ ഫയഅലമൂന അന്നഹുൽ ഹഖ് മിർ റബ്ബിഹിം. അള്ളാഹു ഒരു ഉപമ പറയുന്നതിലും ലജ്ജിക്കൂല. അതൊരു കൊതുകിൻ്റെ ഉപമയാകട്ടെ, കൊതുകിൻ്റെ അപ്പുറത്തുള്ള ഏതൊരു വസ്തുവിൻ്റെ ഉപമയാകട്ടെ, ലജ്ജിക്കൂല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞ ഉപമ അത് ഹക്കാണെന്ന് അവർ മനസ്സിലാക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ രണ്ടായത്തിനും അതിൻ്റെതായ സാഹചര്യങ്ങളുണ്ട്. വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ് എന്ന് പറഞ്ഞത് ഏത് വിഷയത്തിലാണ്? അത് ഹിജാബിൻ്റെ ആയത്തിലാണ്. അനസ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ ബിൻത് ജഹ്ഷായിട്ട് കല്യാണമായി. സൈനബ് ബിൻത് ജഹ്ഷായിട്ട് കല്യാണമായി. സൈനബ് ബിൻത് ജഹ്ഷിൻ്റെ കല്യാണം വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെ? ഏത് സൂറത്തിലാണ്? സൂറത്ത് അൽ അഹ്സാബിൽ. സൈനബ് ബിൻത് ജഹ്ഷിനെ ആദ്യം കല്യാണം കഴിച്ചിരുന്നത് ആരാ? സെയ്ദ് ബിൻ ഹാരിസയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയായ സെയ്ദ്. അങ്ങനെ സൈനബിനെ മൊഴി ചൊല്ലി. അതിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൈനബിനെ റസൂലുള്ളാഹിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ഫലമ്മ ഖളാ സൈദും മിൻഹാ വതറൻ സവ്വജ്നാകഹാ. സൈനബിനെ മൊഴി ചൊല്ലിയതിൽ പിന്നെ സവ്വജ്നാകഹാ, സൈനബിനെ നാം നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ആകാശത്തിൽ വെച്ച് നടന്നൊരു കല്യാണമാണ് സൈനബിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കല്യാണം. പക്ഷെ അതിൻ്റെ വലീമ ഭൂമിയിലാണ്. ആ വലീമയെക്കുറിച്ചാണ് അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. സൈനബായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹമായി. അങ്ങനെ വീട്ടിൽ ഇറച്ചിയും ഖുബ്സും റൊട്ടിയും, അതാണ് വലീമ. അങ്ങനെ ഈ വിവാഹ സൽക്കാരത്തിലേക്ക് ഇറച്ചിയും അതേപോലെ റൊട്ടിയും തിന്നാൻ വേണ്ടിയിട്ട് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നെയാണ് വിട്ടത്. അനസ് പറയാണ്, അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കുറേ ആളുകളെ കണ്ട് അവരെ വിളിച്ചുകൊണ്ടെന്ന് അവർ തിന്ന് അവർ പോയി. പിന്നെ ഒരു വിഭാഗം വന്ന് അവരും ഭക്ഷിച്ചു, അവരും പോയി. അങ്ങനെ പിന്നെയും പോയി അങ്ങാടിയിൽ തിരഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല, എല്ലാവരും വന്ന് തിന്നുപോയി. അനസ് പറയാണ്, റസൂലുള്ളാഹിനോട് ഞാൻ വന്നിട്ട് പറഞ്ഞു, റസൂൽ ഇനി ആരെയും കാണാനില്ല വിളിക്കാൻ. അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ ഇനി ഭക്ഷണ വിതരണം നിർത്തിക്കളയും എന്ന് പറഞ്ഞു. പക്ഷേ 3 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. ഒരു പോണില്ല, തിന്നിട്ടും അവിടെ വർത്താനം പറഞ്ഞ് കൂടിയിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് എത്ര വലിപ്പമുണ്ട്? 3 ആളുകളായി ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ റസൂലുള്ളാഹിക്ക് ഭാര്യനായിട്ട് വീട് കൂടണം. പക്ഷേ 3 ആളുകൾ പെരയിലിരുന്ന് വർത്താനം പറയാണ്. അവരെ വർത്താനം പറയാനാക്കിയിട്ട് റസൂലുള്ളാഹിക്ക് അറയിൽ പോകാൻ പറ്റുമോ? ഇവരാണെങ്കിലോ നീച്ചോട്ട് പോകണമില്ല, അവരുടെ വർത്താനം തുടരുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ പോയി. അങ്ങനെ അവിടെ ചെന്നിട്ട് അസ്സലാമു അലൈക്കും അഹ്ലൽ ബൈത്ത് വറഹ്മത്തുള്ളാഹി വബറകാതുഹു ആയിഷമ്മയോട് സലാം പറഞ്ഞു. അപ്പോൾ ആയിഷമ്മ പ്രതികരിച്ചു, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി കൈഫ വജദത അഹ്ലക്. പ്രവാചകരെ, നിങ്ങളുടെ കുടുംബം എങ്ങനെയുണ്ട്? അതായത് സൈനബ് പുതിയ മണവാട്ടിയല്ലേ, അപ്പോൾ അവരെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞു, ബാറക്കല്ലാഹു ലക എന്നൊക്കെ പിന്നെ ആയിഷ റളിയല്ലാഹു തആല സലാം അടക്കിയിട്ട് നിങ്ങളെ കുടുംബം എങ്ങനെയുണ്ട്? ബാറക്കല്ലാഹു ലക, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിയട്ടെ എന്ന് ആശംസിച്ച് അവർ ആയിഷ റളിയല്ലാഹു തആല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഭാര്യമാരെയും വീട്ടിൽ പോയി. അവരോടൊക്കെ എന്ത് ചെയ്ത് സലാം പറഞ്ഞ് അവരൊക്കെ ഇതേപോലെ റസൂലുള്ളാഹിനെ ആശംസിച്ച് മടങ്ങി വന്നപ്പോൾ ഈ 3 ആളുകൾ അവിടെ ഇരുന്ന് വർത്താനം പറയുന്നു. ഓല് പിന്നെയും പിരിഞ്ഞു പോയിട്ടില്ല. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് നോക്കണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യയുമായിട്ട് അറയിൽ കൂടണം, അതിനാണ്. പക്ഷേ ഈ 3 ആളുകൾ അവിടുന്ന് പിന്നെയും പോയിട്ടില്ല. അവരോട് പിരിഞ്ഞു പോകാൻ റസൂലുള്ളാഹിക്ക് പറയാൻ പറ്റുമോ? പിരിഞ്ഞു പോകാൻ പറയാൻ പറ്റുമോ?
എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കാണി എനിക്ക് പറയാൻ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മടിയും ലജ്ജയും. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്കുപരിയിൽ നിന്ന് ഈ വിഷയത്തിൽ ആയത്തിറക്കി. അതാണ് യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂതൻ നബി ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ തആമിൻ ഗൈറ നാദിരീന ഇനാഹ് വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലു. വിശ്വാസികളെ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കരുത് ഒരു ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾക്ക് അനുവാദം നൽകപ്പെട്ടാലല്ലാതെ. നിങ്ങൾ വീട്ടിൽ പോകരുത്. എന്നാൽ തന്നെ എപ്പോഴാണ് ഭക്ഷണം വിളമ്പുക, എപ്പോഴാണ് ഭക്ഷണത്തിന് വിളിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ കാതോർത്തിട്ട് നിൽക്കാനും പാടുള്ളതല്ല. അതാണ് ഗൈറ നാദിരീന ഇനാഹ് വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലു. നിങ്ങൾ വിളിക്കപ്പെട്ടാൽ നിങ്ങൾ വീട്ടിൽ പ്രവേശിച്ചോളൂ. ഫൈദാ തഇംതും ഫന്തശിറു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. വലാ മുസ്തഅനിസീന ലിഹദീസിൻ. സംസാരിക്കാൻ കൗതുകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് അവിടെ കഴിഞ്ഞുകൂടരുത്. ഇന്ന ദാലികും കാന യുദിൻ നബി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കലായി പോകും. ഫയസ്തഹീ മിൻകും. റസൂലുള്ളാഹി നിങ്ങളുടെ വിഷയത്തിൽ ലജ്ജിക്കും. നിങ്ങൾ നീച്ചു പോയി മതി വർത്താനം പറഞ്ഞെന്ന് പറയാൻ റസൂലുള്ളാഹിക്ക് ലജ്ജ ഉണ്ടാവും. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്. പക്ഷേ അല്ലാഹു ഹക്കിൻ്റെ വിഷയത്തിൽ ലജ്ജിക്കൂല. വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരോട് നിങ്ങൾ വല്ല മതാവും ചോദിക്കുകയാണ് എങ്കിൽ അതൊരു ഹിജാബിൻ്റെ പിന്നിൽ, മറക്ക് പിന്നിൽ നിന്ന് ചോദിക്കണം. ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിൻ എന്ന് തുടങ്ങിയിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയത്തിൽ ചില കാര്യങ്ങൾ അദബുകൾ പഠിപ്പിക്കാൻ. ഇവിടെ അള്ളാഹു ഹക്കിൻ്റെ വിഷയത്തിൽ ലജ്ജിക്കൂല എന്നുള്ള ഈ ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചു. അത് സൈനബ് റളിയല്ലാഹു തആലാനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അപ്പോൾ അള്ളാഹു ഹക്കാണ്. അവനിൽ നിന്നാണ് ഹക്ക്. അവൻ പറയുന്നത് ഹക്കാണ്. ഹക്ക് പറയുന്നതിൽ അള്ളാഹ്ക്ക് ലജ്ജല്ല. ഹക്ക് സ്ഥിരീകരിക്കുവാൻ ഉപമ പറയുന്നതിലും അള്ളാഹ്ക്ക് ലജ്ജല്ല. അതാണ് അടുത്ത ആയത്ത്. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ ബഊദതൻ ഫമാ ഫൗഖഹ. അള്ളാഹു ഒരു ഉപമ പറയുന്നതിലും അള്ളാഹ്ക്ക് ലജ്ജല്ല. കാരണം എന്താ? അള്ളാഹു ഉപമിക്കുന്നത് ഹക്ക് സ്ഥാപിക്കാനാണ്. വിശുദ്ധ ഖുർആനിൽ ചില ഉപമകൾ കാണാം. ഈച്ചയുടെ വിഷയത്തിൽ എന്താ? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ലൻ യഖ്ലുഖൂ ദുബാബ. അള്ളാഹുവോടൊപ്പം നിങ്ങൾ ദുആ ഇരക്കുന്നവർ ഒരു ഈച്ചയെ പോലും പടച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വല വിജ്തമഊ ലഹു. ഈ പ്രാർത്ഥിക്കപ്പെടുന്നവരെല്ലാവരും കൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഈച്ചനെ പടക്കാൻ പറ്റൂല. ഈ പ്രാർത്ഥിക്കപ്പെടുന്നവരിൽ നിന്ന് ഈച്ച വല്ലതും തട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഈച്ചയിൽ നിന്ന് അത് തിരിച്ചു വാങ്ങാൻ വരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്ക് സാധിക്കൂല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു ഉപമയാണ്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മസലുൽ ലദീന ഇത്തഖദു മിൻ ദൂനില്ലാഹി ഔലിയാ കമസലിൽ അൻകബൂത്ത് ഇത്തഖദത് ബൈത. അള്ളാഹുവോടൊപ്പം ഔലിയാക്കളെ സ്വീകരിക്കുന്നവർ കമസലിൽ അൻകബൂത്ത് എട്ടുകാലിയെ പോലെയാണെന്ന് പറഞ്ഞു. ഇത്തഖദത് ബൈത, എട്ടുകാലി വീട് സ്വീകരിക്കും. പക്ഷെ എട്ടുകാലി സ്വീകരിച്ച വീട് എങ്ങനത്തെ വീടാ? എട്ടുകാലിൻ്റെ വീട് അത് ഔഹനുൽ ബുയൂത്താണ്. വൈന ഔഹനൽ ബുയൂത്ത് ലബൈത്തുൽ അൻകബൂത്ത്. ഏറ്റവും ദുർബലമായ വീടും എട്ടുകാലിൻ്റെ വീടാണ്. ഇതേപോലെയാണ് അള്ളാഹുവോടൊപ്പം ഔലിയാക്കളെ സ്വീകരിച്ചവർ. അവർ ഒറ്റ ദുർബലരാണ് എന്നതാണ് അള്ളാഹുവിൻ്റെ ഉപമ. ഈ ആയത്തുകൾ അവതരിപ്പിച്ചപ്പോൾ മുശ്രിക്കുകൾ പറയാൻ തുടങ്ങി, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ ഈ ഇതുകൊണ്ടൊക്കെ ചെയ്യണത്? എട്ടുകാലിനെ പറയുന്നു, ഈച്ചനെ പറയുന്നു. ഇതേപോലെ മുനാഫിഖീങ്ങൾ, വിശുദ്ധ ഖുർആനിൽ മുനാഫിഖീങ്ങളെ കുറിച്ച് ഉപമകളുണ്ടല്ലോ. മസലുഹും കമസലിൽ ലദീ ഇസ്തൗഖദ നാറ തുടങ്ങിയിട്ടുള്ള ഉപമകളൊക്കെ മുനാഫിഖീങ്ങളുടെ വിഷയത്തിലല്ലേ. ഇങ്ങനെയുള്ള ഉപമകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞപ്പോൾ മുനാഫിഖീങ്ങൾ, അതേപോലെ തന്നെ യഹൂദന്മാർ, മുശ്രിക്കീങ്ങൾ ഇവരൊക്കെ എന്ത് ചെയ്ത് വിശുദ്ധ ഖുർആനെ ചോദ്യം ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്താനും അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് വേണ്ടാത്തത് പറയുവാനൊക്കെ തുടങ്ങി. ആ വിഷയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മ. ഏതൊരു ഉപമ പറയാൻ അള്ളാഹ്ക്ക് ലജ്ജല്ല. ബഊദതൻ ഫമാ ഫൗഖഹ. ഇനി അതൊരു കൊതുകിൻ്റെ ഉപമയാകട്ടെ, അതിനേക്കാൾ മുകളിലുള്ള ഏതെങ്കിലും പടപ്പുകളുടെ വിഷയത്തിലാകട്ടെ, ഒരു ഉപമ പറയുന്നതിലും അള്ളാഹ്ക്ക് യാതൊരു ലജ്ജയില്ല. ഫഅമ്മല്ലദീന ആമനു, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം
അവർ ഫയഅലമൂന അന്നഹുൽ ഹഖു മിർ റബ്ബിഹിം, അവർക്കറിയാം തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഹക്കാകുന്നു അത് എന്ന്. അപ്പം എന്താ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ് ഹക്ക്. ഹക്കിനെ സ്ഥാപിക്കുവാൻ ഹക്കായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് ഉപമയും വിവരിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല, ഹക്കായ അള്ളാഹു നമ്മളോട് ഹക്ക് കൽപ്പിച്ചു. ഹക്ക് കൽപ്പിക്കുക മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഹക്കിൻ്റെ വിഷയത്തിൽ ഹക്ക് മുറുകെ പിടിക്കാൻ പറഞ്ഞു. പിന്നെയോ ഹക്കിൻ്റെ വിഷയത്തിൽ നമ്മൾ അന്യോന്യം വസിയ്യത്ത് ചെയ്യാനും പറഞ്ഞു. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. എല്ലാവരും നാശത്തിലും നഷ്ടത്തിലുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അത്ഭുത സൃഷ്ടിയായ കാലത്തെ കൊണ്ട് സത്യം ചെയ്ത് പറയണം. എന്നിട്ട് 4 കൂട്ടരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാശത്തിൽ നിന്നും നഷ്ടത്തിൽ നിന്നും അവർ മോചിതരാണെന്ന് പറഞ്ഞു. അവർ രക്ഷയിലാണ് എന്നും സൗഭാഗ്യത്തിലാണെന്നും പറഞ്ഞു. ഏതാണ് ആ 4 കൂട്ടർ? വിശ്വാസികൾ, സുഹൃതം പ്രവർത്തിക്കുന്നവർ, ഹക്കിൻ്റെ വിഷയത്തിൽ അന്യോന്യം വസിയ്യത്ത് നടത്തുന്നവർ, ക്ഷമയുടെ വിഷയത്തിൽ അന്യോന്യം വസിയ്യത്ത് നടത്തുന്നവർ. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ഉമ്മത്ത് രക്ഷപ്പെടാൻ, സൗഭാഗ്യം ഈ ഉമ്മത്തിൽ വന്നണയാൻ, വിജയം ഈ ഉമ്മത്തിനെ തേടിയെത്തുവാൻ 4 അടിസ്ഥാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനങ്ങളെ അവർ പ്രയോഗവൽക്കരിക്കൽ അനിവാര്യമാണ്. അതില്ലാതെ വിജയമല്ല, അതില്ലാതെ സൗഭാഗ്യമല്ല, അതില്ലാതെ മോക്ഷമല്ല. അതെന്താ? ഇല്ലല്ലദീന ആമനു, ഒന്ന് ഈമാനാണ്. വഅമിലു സ്വാലിഹാത്ത്, രണ്ടാമത്തേത് അമലുൻ സാലിഹ്, സൽപ്രവൃത്തിയാണ്. മൂന്നാമത്തേത് വതവാസൗ ബിൽ ഹഖ്, ഹക്ക് കൊണ്ടുള്ള അത്തവാസി റഹ്മക്കല്ലാഹ്, അന്യോന്യം വസിയ്യത്താണ്. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടുള്ള അന്യോന്യം ഉപദേശമാണ്. ഈ 4 അടിസ്ഥാനങ്ങളെ മുസ്ലിമീങ്ങൾ പ്രയോഗവൽക്കരിക്കുകയും മുസ്ലിം സമൂഹം പ്രയോഗവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവരെ തേടി രക്ഷയും വിജയവും എത്തുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ഹക്കായ അള്ളാഹു, അവൻ്റെ ഹക്കെന്ന നാമത്തിൻ്റെ തേട്ടവും ഒരു വിധിയുമാണ്. അവൻ ഹക്ക് കൊണ്ട് നമ്മളെ വസിയ്യത്ത് ചെയ്തു എന്നുള്ളത്. അതുകൊണ്ട് സത്യത്തിന് വേണ്ടി, ഹക്കിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും അത് പുലരാൻ നമ്മൾ അധ്വാനിക്കുകയും അതിൻ്റെ വിഷയത്തിൽ നമ്മൾ അന്യോന്യം വസിയ്യത്ത് ചെയ്യുകയും ചെയ്യണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹു ഹക്കിലേക്ക് മാർഗം കാണിക്കുന്നവനാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഹൽ മിൻ ശുറകാഇകും മൻ യഹ്ദി ഇലൽ ഹഖ്. ഖുൽ, പ്രവാചകരെ പറയുക, ഹൽ മിൻ ശുറകാഇകും മൻ യഹ്ദി ഇലൽ ഹഖ്, നിങ്ങൾ അള്ളാഹുവോടൊപ്പം പങ്കു ചേർക്കുന്നവരുണ്ട്. ആ പങ്കു ചേർക്കുന്നവരിൽ വല്ലവരും ഹക്കിലേക്ക് മാർഗം കാണിക്കുന്നവരായിട്ടുണ്ടോ? ഖുലില്ലാഹു യഹ്ദി ലിൽ ഹഖ്, പറയുക അള്ളാഹു ഹക്കിലേക്ക് മാർഗം കാണിക്കുന്നു. അഫമൻ യഹ്ദി ഇലൽ ഹഖ് അഹഖു അൻ യുത്തബ, ഹക്കിലേക്ക് മാർഗം കാണിക്കുന്നവനല്ലേ അഹഖു അൻ യുത്തബ, അനുധാവനം ചെയ്യപ്പെടാൻ ഏറ്റവും അർഹനായിട്ടുള്ളവൻ. അപ്പം അള്ളാഹുവിനെ അല്ലേ പിൻപറ്റേണ്ടത്, കാരണം അള്ളാഹു അല്ലേ ഹക്കിലേക്ക് നയിക്കുന്നത്. അമ്മല്ലാ യഹിദ്ദി ഇല്ല അൻ യുഹ്ദ, അതല്ല മാർഗം കാണിച്ചാലല്ലാതെ മാർഗം പ്രാപിക്കാത്തവനാണോ പിൻപറ്റാൻ ഏറ്റവും അർഹൻ? അള്ളാഹു അല്ലാത്തവരൊക്കെ എന്താ, അവർക്കൊക്കെ മാർഗം കാണിച്ചെങ്കിലേ മാർഗത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്നു മാർഗം കാണിക്കുന്നവനായിട്ടുള്ളത്. അപ്പം ആരെ പിൻപറ്റണം? ഇത് ചോദിക്കാനാണ് പറയുന്നത്. അള്ളാഹു, അവനിൽ നിന്നാണ് ഹക്ക്, അവനാണ് ഹക്ക് പറയുന്നത്. വയഖുസ്സുൽ ഹഖ് വഹുവ ഖൈറുൽ ഫാസിലിൻ, വിശുദ്ധ ഖുർആനിൽ കാണാം യഖുസ്സുൽ ഹഖ്, അള്ളാഹു ഹക്ക് പറയുന്നു അല്ലെങ്കിൽ ഹക്കിനെ തുടരുന്നു. രണ്ടർത്ഥമുണ്ട്. വഹുവ ഖൈറുൽ ഫാസിലിൻ, യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല വിധികർത്താവാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പം അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഹക്കിലേക്ക് വഴി കാണിക്കുന്നവനാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിനെ അനുധാവനം ചെയ്യണം എന്ന് പറഞ്ഞാൽ അവൻ്റെ ദീന് പിൻപറ്റണം, അവനിൽ നിന്നുള്ള വഹീനെ പിൻപറ്റണം, അവൻ്റെ പ്രവാചകനെ പിൻപറ്റണം തുടങ്ങിയിട്ടുള്ളതായ ഉത്ബോധനങ്ങളാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമുക്ക് നേരെയുള്ളത്. അള്ളാഹുവിൻ്റെ അൽ ഹക്ക് എന്ന പേര് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടതായ ചില ഹുക്കുമുകൾ, അതേപോലെ തന്നെ അതിൻ്റെ ചില തേട്ടങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങളെ വിശദീകരിച്ച് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഉണർത്തിയതാണ് ഞാൻ നിങ്ങളെ ഇവിടെ കേൾപ്പിക്കുകയുണ്ടായത്. ഹക്ക് കൊണ്ടുള്ള വിധി, ന്യായാന്യായങ്ങളിൽ, അതേപോലെ സത്യാസത്യങ്ങളിൽ, അതേപോലെ തന്നെ കോടതികളിൽ ഹക്ക് കൊണ്ട് വിധിക്കണം. ഇതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. ശുറൈഹുൽ ഖാദി ഇസ്ലാമിലെ അറിയപ്പെട്ട ഖാദിയ. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ നീണ്ട കാലം ഇമാം ശുറൈഹ് അൽ ഖാദി ന്യായാധിപനായിരുന്നു. ഒരിക്കൽ ശുറൈഹുൽ ഖാദിയുടെ മകനും നാട്ടുകാരും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി. അത് വാപ്പാക്ക് അറിയില്ല, ശുറൈഹുൽ ഖാദിക്ക് അറിയില്ല. പ്രശ്നം ഉണ്ടായപ്പോൾ മകൻ്റെ അടുത്താണ് തെറ്റ്. മകൻ ഓടി എന്നിട്ട് വാപ്പാനോട് പറയണം, വാപ്പാ ഞാൻ നാട്ടുകാരായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ഞങ്ങളടുത്ത് ഇപ്പോൾ ഓടി വന്നത് എന്താ വെച്ചാൽ നാട്ടുകാർ കേസായിട്ട് നിങ്ങളടുത്തേക്ക് വരും ഇനി നാളെ. അപ്പം നിങ്ങളെ നാട്ടുകാർക്ക് എതിരിൽ എനിക്ക് അനുകൂലമായിട്ട് വിധിക്കണം. അപ്പോൾ വാപ്പ പറഞ്ഞ എന്താണ് കേസ്? അപ്പം മകൻ പറയാണ്, കേസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൊണ്ട് കേസ് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ നാളെ എനിക്ക് അനുകൂലമായിട്ട് വിധിക്കണം എന്നാണ് ശുറൈഹുൽ ഖാദിനോട് മകൻ പറഞ്ഞത്. വാപ്പ പറഞ്ഞ കേസുണ്ട് പറയും, എന്നിട്ട് നാളാണ്ട് വാറിന് കോടതിക്ക്. അങ്ങനെ കേസ് കേട്ട് പിറ്റേന്ന് കോടതിയിൽ നാട്ടുകാർ വന്ന് കേസേറ്റ് മകനെ വിളിച്ച് കേസ് കേട്ട വാപ്പ ശുറൈഹുൽ ഖാദി വിധിച്ച് നാട്ടുകാർക്ക് അനുകൂലമായിട്ട് വിധിച്ച് മകനെതിരിൽ വിധിച്ച്. അപ്പം മകൻ പിന്നീട് വാപ്പ വീട്ടിൽ വന്നപ്പോൾ പറയാണ്, വാപ്പ നിങ്ങൾ എനിക്ക് അനുകൂലമായി വിധിക്കാനാണ് ഞാൻ കാലയെ കൂട്ടി പെരയിൽ വന്നിട്ട് ഇത് പറഞ്ഞത്. നിങ്ങൾ അവിടെ വെച്ച് എനിക്ക് എതിരിൽ വിധിച്ചപ്പോൾ എനിക്ക് വലിയ വേദന ഉണ്ടായി എന്ന് ശുറൈഹുൽ ഖാദിയോട് പറഞ്ഞു. അപ്പോൾ ശുറൈഹുൽ ഖാദി പറയാണ്, മകനെ നീ എനിക്ക് എൻ്റെ കൽവിൻ്റെ കഷ്ണാണ്, പക്ഷേ എനിക്ക് വലുത് ഹക്കാണ്. നിന്നേക്കാൾ എനിക്ക് വിലപ്പെട്ടതും കനപ്പെട്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവന് ന്യായം പറയാനും ഹക്ക് പറയാനാണ് എന്നെ ന്യായപീഠത്തിലിരുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് തൻ്റെ മകനെ ഗുണദോഷിച്ച ഒരു ചരിത്രം ഇമാം ശുറൈഹുൽ ഖാദിയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു അവൻ ഹക്കാണ്, അവനിൽ നിന്നാണ് ഹക്ക്. അവൻ ഹക്ക് ഇഷ്ടപ്പെടുന്നു, ഹക്ക് കൊണ്ടുള്ള വിധി തീർപ്പും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു വിശിഷ്ട നാമം നമുക്ക് മനസ്സിലാക്കാം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസിനെ അള്ളാഹു ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ ഒരു ഭാഗ്യദോഷിയെയും ശേഷിപ്പിക്കാതെ അവൻ്റെ ഭാഗ്യവും കാരുണ്യവും എല്ലാവരിലും അള്ളാഹു കടാക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ വേദിയിൽ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു അവർക്കും നമുക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും കൺകുളിർമയേറ്റി അവരെയും നമ്മെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.